ആൻഡ് ജെന്റിൽമാൻ, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഇന്ന് പറയാൻ പോകുന്ന കാര്യം മറ്റൊന്നല്ല, നമ്മുടെ എമ്പുരാനെതിരെ നോർത്ത് ഇന്ത്യയിൽ വൻ പ്രതിഷേധം ആരംഭിച്ചു കഴിഞ്ഞു. അത് ഗുണമാണോ ദോഷമാണോ ചെയ്യാന്ന് ചോദിച്ചാൽ നമുക്കിനി വരും ദിവസങ്ങളിൽ അറിയാൻ പറ്റും. എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, എമ്പുരാൻ കാണാത്ത ആളുകളാണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയത്തില്ല. BJP രാഷ്ട്രീയത്തെ ചെറുതായിട്ടൊന്ന് കൈവച്ചിട്ടുണ്ട് എമ്പുരാൻ സിനിമയിലെ. കൂടുതലായിട്ടുള്ള വിവരങ്ങൾ പറയാത്തതെന്ന് വെച്ചാൽ സ്പോയിലർ പോകും. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് വിശദ വിവരങ്ങളിലേക്ക് കടക്കാതെ. അപ്പോൾ ഇതുപോലെ പണ്ട് വിജയുടെ ഒരു സിനിമ ഉണ്ടായിരുന്നു, ഇതങ്ങനെ കൈയൊക്കെ ഇങ്ങനെ മുകളിലേക്ക് തൂക്കിയിട്ടുള്ളൊരു പടം. ആ പടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ സിനിമയിലെ ഇതേപോലെ BJP രാഷ്ട്രീയത്തെ ചെറുതായിട്ടൊന്ന് ട്രോളി അതിൻ്റെ ക്ലൈമാക്സിൽ. അങ്ങനെ സംഭവിച്ചപ്പോൾ എന്താ സംഭവിച്ചത്, ആ പടം കാണാത്തവർ പോലും ആ സിനിമ പോയി കണ്ട് അത് ഭയങ്കര ഹിറ്റായിപ്പോയി. ഇപ്പോൾ എമ്പുരാന് അത് തന്നെ സംഭവിക്കുന്നതാണ് തോന്നുന്നത്. ഇപ്പോൾ കേരളത്തിലത്തെ ആളുകളൊക്കെ, അല്ലെങ്കിൽ കേരളത്തിലത്തെ BJP നേതാക്കന്മാരും ബാക്കിയുള്ള ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, സിനിമയായി കാണണം, അതൊരു വലിയ വിഷയമാക്കി എടുക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അങ്ങ് നോർത്ത് സൈഡിൽ സിനിമ ടിക്കറ്റ് എടുത്ത ആൾക്കാർ ഇത് ക്യാൻസലേഷൻ എന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഓരോ പിക്ചറുകൾ ട്വിറ്ററിലും മറ്റേ ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതെന്തുകൊണ്ട് ഈ സിനിമയിൽ ശരിക്കും ഈ കഥയ്ക്ക് രാഷ്ട്രീയം ഒരു പശ്ചാത്തലമായി എന്നേ ഉള്ളൂ. അല്ലാതെ ഇതൊരു എന്താ പറയുക, ഇതൊരു പൊളിറ്റിക്കൽ സിനിമയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സിനിമയല്ല. ഇത് കണ്ട ആളുകൾക്ക് മനസ്സിലാവും. ഇതൊന്നും മനസ്സിലാകാത്ത കുറച്ച് സംഖ്യകൾ ആണ് ഇതിലെ എന്താ പറയുക വലിച്ചു കയറി ഇപ്പോൾ ഇതിനെ ബഹിഷ്കരിക്കണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. അപ്പോൾ കേരളത്തിലത്തെ BJP നേതാവ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സിനിമയെ കാണണമെന്ന്. ഇതിനെ LDFനെയും ഇതിനെ ചെറുതായിട്ട് തൊട്ടിട്ടുണ്ട്, അതേപോലെ UDFനെയും ചെറുതായിട്ടൊന്ന് തൊട്ട് പോയിട്ടുണ്ട്. നമുക്ക് ആ സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ, ഇത് ആരൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ കേരളത്തിലെ കളക്ഷനിൽ വലിയ പ്രശ്നം വരത്തില്ല, പക്ഷെ നോർത്ത് സൈഡിൽ ചെറുതായിട്ടൊരു പ്രശ്നം വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലൊക്കെ വഴി അറിയുന്നത്. പക്ഷേ വരും ദിവസങ്ങളിൽ നമുക്കറിയാൻ പറ്റും ഇത് എത്രത്തോളം എന്താ പറയുക, ഇത് ചിലപ്പോൾ ഇത് സിനിമയ്ക്ക് ഗുണമായിട്ട് സംഭവിക്കും. കാരണം ഞാൻ പറഞ്ഞ പോലെ വിജയുടെ ഒരു സിനിമ ഇതേപോലെ BJP രാഷ്ട്രീയത്തെ അതിൻ്റെ ക്ലൈമാക്സിലൊന്ന് ട്രോൾ ചെയ്യപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒരു പടമാണ്, അത് മറന്നുപോയി. അപ്പോൾ അന്ന് ആ സിനിമ ഭയങ്കരമായിട്ട് ക്ലിക്കായി, തമിഴ്നാട് ഭയങ്കര ഹിറ്റായിപ്പോയി. ഒരു ആവറേജ് ഇതിൽ നിൽക്കേണ്ട പടം, അത് പടം ഒന്നിനും കൊള്ളത്തില്ല സത്യം പറഞ്ഞാൽ. ഇത് കണ്ടിട്ട് വിജയ് ഫാൻസുകാരെന്ന് വന്ന് അറിയുമെന്ന് വിളിക്കണ്ട. അപ്പം പടം കൊള്ളാത്തൊരു സിനിമ ഈ ഒരു സംഭവം ഇറങ്ങിയതിൽ പിന്നെ ഭയങ്കരമായിട്ട് കയറി കൊളുത്തി, തമിഴ്നാട് മൊത്തം ഹൗസ്ഫുള്ളായിട്ട് ഓടി, ഭയങ്കര ഹിറ്റായി. അപ്പോൾ എമ്പുരാന് ഇതേ സംഭവം സംഭവിക്കാൻ പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതിന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യണേ.